PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ PYQ ഡിസ്കഷനും ഒക്കെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി 8 മണിക്ക് നമ്മുടെ ലൈവ് സെഷൻ ഉണ്ട്. PYQ ഡിസ്കഷനാണ്. അതെല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇംഗ്ലീഷ് മലയാളവും കൂടെ മുൻവർഷ ചോദ്യങ്ങളുടെ വർക്കൗട്ട് വേണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഇംഗ്ലീഷും മലയാളവും കൂടെ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ 2023 ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൽ 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഒരൊറ്റ ക്ലാസ്സിലൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ 27th ആദ്യ സ്റ്റേജ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ഈ PYQ എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്, GK പോർഷൻസ് ഒക്കെ റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ചെയ്ത് പോകുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതെ മാക്സിമം കാണാം. അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത്, PDF-കളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഗിവൺ ബിലോ. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. എന്താണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസിൽ ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്, ഇത് ഏത് തരം സെൻറ്റൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് അല്ലേ? ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് സെൻറ്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് നമ്മൾ പഠിച്ചതാണേ. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അതെന്താണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇനി ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ ആ ഒരു സെൻറ്റൻസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസ് അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇനി ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു വിഷ്, ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. റിക്വസ്റ്റ്, ഓർഡർ, വിഷ്, ഇങ്ങനെയുള്ള സെൻറ്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഓപ്പൺ ദി ഡോർ, ഷട്ട് ദ മൗത്ത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താ? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. പ്ലീസ് ക്ലോസ് ദി വിൻഡോ, അതൊക്കെ എന്താണ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിനെയാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, അതെന്താണ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് കണ്ടുപിടിക്കുന്നത്. അതെല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അടുത്ത ചോദ്യം, ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. അപ്പോൾ ബസ്സിലെ ഡ്രൈവർ നിങ്ങളുടെ ബ്രദറിനെ പോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലുക്സും അല്ലെങ്കിൽ ലുക്ഡും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? ലുക്സും ലുക്ഡും ആണ് നമുക്ക് വരാൻ ചാൻസ്. ലുക്ക് വരില്ല. എന്തുകൊണ്ടാണ്? അത് പ്ലൂറൽ ആണ്, ലുക്ക് വരത്തില്ല, ഈസ് ലുക്കിങ്ങും വരത്തില്ല. ഇവിടെ ലുക്സ് ആണോ ലുക്ഡ് ആണോ, അതിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇവിടെ നോക്കുക, ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. ഇവിടെ എന്തെങ്കിലും ഒരു ടൈമിംഗ് വേർഡ് ഉണ്ടോ? ഇല്ല, ടൈമിംഗ് വേർഡ് ഒന്നും ഇല്ല. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് ഏതാണ്? പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ടൈമിംഗ് വേർഡ് ഒന്നുമില്ല, സിമ്പിൾ സെൻറ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് പ്രസൻറ്റ് ടെൻസ് ആണ്. സോ നമ്മുടെ ആൻസർ എന്താ? ലുക്സ് ആണ് വരിക, ലുക്സ്. അടുത്തത്, ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഇവിടെ ആർട്ടിക്കിൾ ആണല്ലേ? ആൻസർ ഓപ്ഷൻ C ആണ്, ദ ആണ് വരിക. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ, ഏത് ജോബാണ്? അവൻ അപ്ലൈ ചെയ്ത ജോബാണ് അല്ലേ? അപ്പോൾ അവൻ അപ്ലൈ ചെയ്ത ജോബ് എന്ന് പറയുമ്പോൾ ഇവിടെ ജോബ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് നൗൺ ആയിട്ടാണ് വരുന്നത് അല്ലേ? ഏത് ജോബാ? അവൻ അപ്ലൈ ചെയ്ത ജോബാണ്. അപ്പോൾ ഡെഫിനിറ്റ് നൗൺ ആയിട്ടാണ് ജോബ് വരുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി എ എന്ന് പറയുന്നത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുക? മലയാളത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണം വരുന്ന വേർഡ്സിന് മുമ്പിലാണ് നമ്മൾ എ യൂസ് ചെയ്യുക അല്ലേ? ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക അല്ലേ? അപ്പോൾ യു അല്ലെങ്കിൽ വ, ക അങ്ങനെയുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നതിന് മുമ്പിലാണ് എ യൂസ് ചെയ്യുക. ആൻ എവിടെയാണ് യൂസ് ചെയ്യുക? നമ്മുടെ മലയാളം ഉച്ചാരണം സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണം വരുന്നിടത്ത്. ഇപ്പോൾ നമ്മൾ എന്താണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് യുയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ യു എന്നാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ എ ആണ് യൂസ് ചെയ്യുക അല്ലേ? എന്നാൽ
അംബ്രല എന്ന് പറയുമ്പോൾ യുലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ആ എന്ന് പറയുന്ന ഉച്ചാരണമാണ് അവിടെ വരുന്നത്. അപ്പോൾ സ്വരാക്ഷരമായതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആൻ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു വേർഡ് പറയുമ്പോൾ ഉച്ചാരണം മലയാളത്തിലെ സ്വരാക്ഷരമാണെങ്കിൽ അത് ആനും, മലയാളത്തിൽ വ്യഞ്ജനാക്ഷരമാണ് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ എയും ആണ് വരിക. അത് തെറ്റിക്കാതെ നോക്കാം. അടുത്ത ചോദ്യം, യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കൊരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? ആദ്യം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ ഷീ ഹാസ് നെവർ സീൻ ഹിം. സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെവർ എന്നുള്ള ഒരു വേർഡ് ഉണ്ട് അല്ലേ, അപ്പോൾ സെൻറ്റൻസ് എന്താ? നെഗറ്റീവ് ആണ് അല്ലേ. നെവർ, അതുപോലെ സെൽഡം, ബെയർലി, റയർലി, സ്കെയേഴ്സിലി, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ? സെൻറ്റൻസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെയുള്ള വേർഡ്സ് വരുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് മീനിങ് ഉള്ളതാണ് കേട്ടോ. നെവർ, സെൽഡം, ബെയർലി, റയർലി, സ്കെയേഴ്സ്ലി, ഈ വേർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹാർഡ്ലി, ഇതെല്ലാം ഉണ്ടെങ്കിൽ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നെവർ ഉണ്ട്, അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എന്തായി? നെഗറ്റീവായി. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഓക്സിലറി ഉണ്ടോ എന്നുള്ളത്. ഓക്സിലറി വെർബ് ഉണ്ട് ഇവിടെ, ഹാസ് ആണ് അല്ലേ. അപ്പോൾ ഹാസ് എഴുതി, ടാഗ് പോസിറ്റീവ് ആയതുകൊണ്ട് ഹാസ് എന്ന് തന്നെ എഴുതി. പിന്നെ എന്താ വരുന്നത്? ഷീ ആയതുകൊണ്ട് ഹാസ്, ഷീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം. ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. അപ്പോൾ ഇവിടെ പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആദ്യം നടന്ന കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റും ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. നീ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് അവനെ കണ്ടു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നടന്ന കാര്യം ഏതാണ്? ആദ്യം നടന്ന കാര്യം അല്ലേ, രണ്ടാമത് നടന്ന കാര്യം ഇവിടെ സിമ്പിൾ പാസ്റ്റിലാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ദം എന്ന് പറയുന്നതാണ് ഇവിടെ രണ്ടാമത് നടന്ന കാര്യം. അപ്പോൾ അത് എന്തിലാണ് പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ പാസ്റ്റിലാണ് അല്ലേ. ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ V2 ഫോം ആണ്, ഇവിടെ സിമ്പിൾ പാസ്റ്റിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് നടന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നേ അവൻ കണ്ടു എന്നാണ് പറയുന്നത് അല്ലേ, അവനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നടന്ന കാര്യം അവനെ കണ്ടു എന്നുള്ളതാണ്. സോ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ്. അപ്പോൾ ഇവിടെ V2ലാണ് കിടക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം നടന്ന കാര്യം എന്തിൽ വരണം? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്താ? ഹാഡ് പ്ലസ് V3 ആണ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ പാസ്റ്റിൽ നടക്കുന്ന രണ്ട് ആക്ഷൻ, അതിൽ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ്. ആദ്യം എഴുതിയിരിക്കുന്ന കാര്യം എന്നുള്ളതല്ല കേട്ടോ, ആദ്യം നടന്നത് ഏതാണ് എന്നാണ് നമ്മൾ നോക്കുക. അത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് യു ഇൻട്രൊഡ്യൂസ്ഡ് ദം ആണ്, V2ലാണ് കിടക്കുന്നത്. ആദ്യം നടന്ന കാര്യമാണ് ഹാഡ് മെറ്റ് ആണ് വരിക, ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. റോസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അപ്പോൾ ഇത് ഏത് ഡിഗ്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താ? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അറിയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മച്ച് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ഡിഗ്രി, മോർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, മോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ മുമ്പിൽ ദ എന്ന് ചേർത്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഇവിടെ നോക്കൂ, ദ മോസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ദ ഉള്ളതുകൊണ്ട് ഇതെന്താ? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ദാൻ ഉണ്ടായിരിക്കും. ഇപ്പം മോർ ആണെങ്കിൽ മോർ ദാൻ എന്നുണ്ടായിരിക്കും. ഇനി മച്ച് ആണെങ്കിലോ ആസ് ഉണ്ടായിരിക്കും, ആസ് മച്ച് ആസ്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ആസ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഡിഗ്രി, ദാൻ ഉണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി, ദ ഉണ്ടെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ചൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ. അമിത് വെയിറ്റഡ് ഫോർ ഹെർ ഡാഷ് ദ എൻട്രൻസ്. ഇവിടെ ഏതാ വരിക? കറക്റ്റ് പ്രിപ്പോസിഷൻ അറ്റാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ദ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസിനെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റാണ് യൂസ് ചെയ്യുക. അറ്റ് ദ തിയേറ്റർ, അറ്റ് ദ എൻട്രൻസ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്.
ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റഡ്. അപ്പോൾ ഇതിൽ പ്രിപ്പോസിഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഈ ഓണ്, ഇന്ന്, ഈ പ്രിപ്പോസിഷനെല്ലാം നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത നോക്കുക. ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റഡ്. ഇവിടെ എന്താണ് വരുന്നത്? വാണ്ട്സ് അല്ലേ. ഇവിടെ ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. ബേബിക്ക് പാല് കുടിക്കുന്നതിന് പരവന് ഉറങ്ങാനാണ് താല്പര്യം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സെയിം ടെൻസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരേ സമയം നടക്കുന്ന കാര്യങ്ങളാണ്, അപ്പോൾ സെയിം ടെൻസ് വേണം യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹി വാണ്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹി വാണ്ട്സ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും എന്ത് തന്നെ യൂസ് ചെയ്യണം? സിമ്പിൾ പ്രസൻറ്റ്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് വാണ്ട് അല്ലേ. ഡസ് പ്ലസ് വാണ്ട് ആണ് വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സെയിം ടെൻസ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഡസ് തന്നെയാണ് ഇവിടെയും വരേണ്ടത്. ഇവിടെ നെഗറ്റീവ് മീനിങ്ങിലായതുകൊണ്ട് നമുക്ക് ഡസിൻറ്റ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ദ ബേബി ഡസിൻറ്റ് വാണ്ട് ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത്? ഇവിടെ വാണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് മെയിൻ വെർബിനോട് ചേർത്തിട്ട്. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ കാര്യം എന്താ? അത് നെഗറ്റീവ് മീനിങ്ങിലായതുകൊണ്ടാണ് ഡസിൻറ്റ് എന്ന് വന്നത് കേട്ടോ. അപ്പോൾ ദ ബേബി ഡസിൻറ്റ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റഡ്. അപ്പോൾ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ടെൻസ് മാറാനായിട്ട് പാടില്ല. ഒരേ ടെൻസ് തന്നെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, കറക്റ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ്. ദ ഓൾഡ് വുമൺ ഹാസ് സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്ലെപ്റ്റ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് സ്ലെപ്റ്റ് ആയിപ്പോയത്? ഇവിടെ ഹാസ് സ്ലെപ്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഹാസ് സ്ലെപ്റ്റ്. പക്ഷേ നമുക്കിവിടെ ഒരു ടൈമിംഗ് വേർഡ് തന്നിട്ടുണ്ട്, ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിനെയാണ്. അപ്പോൾ നമുക്ക് V2 ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാസ് സ്ലെപ്റ്റ് പറ്റുമോ? ഇല്ല, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. V2 എന്ന് പറയുമ്പോൾ സ്ലെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ദ ഓൾഡ് വുമൺ സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് നൈറ്റ് ഇങ്ങനെയുള്ള കുറച്ച് ടൈമിംഗ് വേർഡ്സ് ഉണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നമ്മൾ കുറേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എല്ലാം ടൈമിംഗ് വേർഡ്സിൽ എന്താണ് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് കാണിക്കാനുള്ള ടൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതെല്ലാം വരുന്ന സമയത്ത് നമ്മൾ V2 ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. എന്താണ്? ടാങ്കിൽ വെള്ളമുണ്ട്, പക്ഷേ ഗാർഡനുള്ള പ്ലാന്റ്സ് നനയ്ക്കാനുള്ള അത്ര വെള്ളമില്ല. അപ്പോൾ എന്താ അർത്ഥം? കുറച്ച് വെള്ളമുണ്ട് എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ കുറച്ച് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എ ലിറ്റിൽ നമുക്കറിയാം വെരി ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ എ ലിറ്റിൽ എന്നുള്ളതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിളിൻ്റെ കൂടെയാണ്. കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ ഫ്യൂ യൂസ് ചെയ്യുക. എണ്ണാൻ പറ്റാത്തത് അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിറ്റിലാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് എന്ന് കാണിക്കാനായിട്ട് എ ലിറ്റിൽ യൂസ് ചെയ്യും. ഇനി വെള്ളം ഒട്ടുമില്ല എന്നുള്ള മീനിങ് ആണെങ്കിൽ നമ്മൾ ലിറ്റിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ഫ്യൂവും അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എ ലിറ്റിൽ, എ ഫ്യൂ ഒക്കെയാണ്, എ ലിറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അൺകൗണ്ടബിളിൻ്റെ കൂടെ എ ലിറ്റിൽ യൂസ് ചെയ്യും. കൗണ്ടബിളിൻ്റെ കൂടെ എ ഫ്യൂവും യൂസ് ചെയ്യും. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, ചൂസ് ദ സിനോണിം ഓഫ് ദി വേർഡ് വോ ഫ്രം ദി ഫോളോയിങ് വേർഡ്സ്. വോയുടെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. വോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശ എന്നാണ് അർത്ഥം കേട്ടോ. വോയുടെ മീനിങ് എന്താണ്? നിരാശ. അപ്പോൾ നിരാശ എന്ന് പറയുന്ന മീനിങ് വരുന്നതിൽ ഏതാണ്? ഡിസ്ട്രെസ് ആണ്. ഡിസ്ട്രെസ് ആണ് നിരാശ എന്ന് പറയുന്ന മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശയുടെ എന്താണ് സെയിം മീനിങ് ആണോ വരുന്നത്? ഇല്യൂഷൻ അല്ല, ചൈൽഡിഷ് അല്ല, കാൻഡിഡും അല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓഡ് മാൻ ഔട്ട് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആൻറ്റോണിം ഓഫ് ദി വേർഡ് മാഡ്. മാഡിൻ്റെ ആൻറ്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. മാഡിൻ്റെ സിനോണിം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാഡിൻ്റെ സിനോണിം എന്താ? ഇൻസെയിൻ ആണ്. ഇൻസെയിൻ മാഡിൻ്റെ സിനോണിം ആണ് ഇൻസെയിൻ. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? സെയിൻ ആണ്. മാഡിൻ്റെ ആൻറ്റോണിം എന്താണ്? സെയിൻ ആണ്. ഓപ്പോസിറ്റ് മീനിങ് ആണ് സെയിൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ഫ്രേസൽ വേർബ് ബീഫ് അപ്പ് മീൻസ്. ബീഫ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആഡ് വെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ടു ആഡ് സംതിങ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് വെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്നുള്ളൊരു മീനിങ്
വരത്തില്ല. ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്. ടു ആഡ് സംതിങ് എന്നുള്ളൊരു മീനിങ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീനിങ് തരത്തില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ടു മേക്ക് സംതിങ് ബിഗ്ഗർ എന്നുള്ളൊരു മീനിങ്ങിലോട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആൻസർ കീ പറഞ്ഞപ്പോൾ എ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എയും ബിയും കൂടെ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഷുവറായിട്ട് പറയാൻ പറ്റുന്നത് ടു മേക്ക് സംതിങ് ബിഗ്ഗർ ആണ്. ഇനി പി എസ് സിയുടെ ആൻസർ കീ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ടു ആഡ് വെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് ബീഫ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആവാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ, അടുത്തത് ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഫിഷിൻ്റെ കളക്റ്റീവ് നൗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഷിൻ്റെ കളക്റ്റീവ് നൗൺ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സ്കൂൾ ഓഫ് ഫിഷ് എന്നും പറയും, ഷോൾ ഓഫ് ഫിഷ് എന്നും പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത്. നമ്മൾ ഷോളൊക്കെ യൂസ് ചെയ്ത് മീൻ പിടിക്കുന്ന കാര്യമൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. സോ സ്കൂൾ ഓഫ് ഫിഷ് ആണ് വരിക. ഓക്കെ, ഈ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, കളക്റ്റീവ് നൗൺസ് അല്ലേ. കമ്പനി ഓഫ് പാരറ്റ്സ് എന്ന് പറയും, കമ്പനി ഓഫ് ആക്ടേഴ്സ് എന്ന് പറയും അല്ലേ. നമ്മൾ പാരറ്റ്സ് ഒക്കെ നമ്മൾ മനുഷ്യരായിട്ട് നന്നായിട്ട് കമ്പനി ആവും എന്നുള്ള രീതിയിൽ. അതുപോലെ ആക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവരോട് പോയിട്ട് കമ്പനി ആവാനായിട്ട് ശ്രമിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മിലിറ്ററിക്കാരുമായിട്ട് കമ്പനി ആവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി ഓഫ് പാരറ്റ്സ്, കമ്പനി ഓഫ് ആക്ടേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബെവി ഓഫ് എന്താ, ലേഡീസ് അല്ലേ. ലേഡീസ് അല്ലെങ്കിൽ ബ്യൂട്ടീസ്, അത് നമ്മളെങ്ങനെയാണ് പഠിച്ചത്? ബീവിമാർ ഭയങ്കര എന്താണ് ബ്യൂട്ടിയാണ്, അവർ ലേഡിയാണ് എന്നുള്ള രീതിയിലൊക്കെ ബേബി ഓഫ് ലേഡീസും ബ്യൂട്ടീസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ കളക്റ്റീവ് നൗണിൻ്റെ കോഡ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അതൊന്ന് കണ്ടു നോക്കുക. അടുത്തത് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദി വേർഡ്. എൻസൈക്ലോപീഡിയയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. നമ്മൾ സ്പെല്ലിംഗ് കറക്ഷൻ കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും. ആകെ നമുക്ക് വരുന്ന കൺഫ്യൂഷൻ എന്താ, ഇവിടെ എ ഇ ഉണ്ടോ ഇ എ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എൻസൈക്ലോപീഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിൽ എ ഇ ആണ് എന്നുള്ളത് അല്ലേ. പിന്നെ DIA ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. CY ആണ് എന്നുള്ളതും അറിയാം. ഇതാണ് കൺഫ്യൂഷൻ വരിക. അപ്പോൾ അത് നമ്മൾ കോഡ് യൂസ് ചെയ്ത് പറഞ്ഞു തന്നതാണ് അല്ലേ. എൻസൈക്ലോപീഡിയ ഉണ്ടോ എന്നാണ് പറയുക. അപ്പോൾ AE ആണ് വരിക. ENCYCLOPAEDIA ആണ് എൻസൈക്ലോപീഡിയ. അടുത്തത് ഇഡിയം. ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ്, നമ്മൾ ഈ ഇഡിയം കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു ഡൂ സംതിങ് പോയിന്റ്ലെസ് ആണ്. ടു ഡൂ സംതിങ് പോയിന്റ്ലെസ്. ഒരു ഗൂസിനെ കാട്ടിൻ്റെ ഉള്ളിൽ ചേസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അതൊരു ബുദ്ധിശൂന്യതയാണെന്നുള്ള രീതിയിൽ ടു ഡൂ സംതിങ് പോയിന്റ്ലെസ് ആണ് വരിക. ഓക്കെ, അടുത്തത് വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക്ക് മീൻസ്. അഡ്ഹോക്ക് നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിച്ചതാ. എങ്ങനെയാണ് അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ ഹുക്ക് എടുക്കുക. ഹുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ അലമാരിയൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമ്മളൊരു തുണിയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹുക്ക് ഇടുന്നു എന്നുള്ള രീതിയിൽ അഡ്ഹോക്ക് ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്തത് സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് ഈസ് ടേംഡ് ആസ്. സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് അറിയപ്പെടുന്നത് എന്താണ്, ഓറോളജി ആണ്. ഓറോളജി. ഫൈൻഡ് ദി വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ബ്ലാങ്ക് സ്പേസ്. ഇവിടെ ആൻഡ് ഡാഷ് എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദി ബാങ്ക് വെരി വീക്കെൻഡ്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുക്കുന്നതിന് ഡ്രോ അല്ലെ, ഡ്രോസ് ആണ് വരിക. ഡ്രോ എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അടുത്തത് ഔട്ട് ഓഫ് ദി ഗിവൺ വേർഡ്സ് വൺ വേർഡ് ഈസ് മിസ്പെൽറ്റ്. ഇവിടെ മിസ്പെൽറ്റ് ആയിട്ടുള്ളത് ഏതാണ്, ഓംലെറ്റ് ആണ്. ഓംലെറ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താ, OMELETTE ആണ് വരിക. OMELETTE ആണ് കേട്ടോ. ഇവിടെയും 3 E ഉണ്ട് ഓംലെറ്റിൽ. ഓക്കെ, അപ്പോൾ OMELETTE ആണ് ഓംലെറ്റിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്താണ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇംഗ്ലീഷിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. ബാക്കി മലയാളം ക്വസ്റ്റ്യൻസും അതുപോലെ മാത്സ് GK ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ കാണും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്